versatile jewelry. കാലവർഷം ഒട്ടുമിക്കപ്പോഴും ഇടുക്കിക്ക് കണ്ണുനീർ സമ്മാനിച്ചിട്ടുണ്ട്. 3 പേരുടെ ജീവൻ കവർന്ന ചീയപ്പാറ ദുരന്തത്തിന് 12 വയസ്സ് പിന്നിട്ടു. 2013 ഓഗസ്റ്റ് 5 രാവിലെ 8:30 ചീയപ്പാറ വെള്ളച്ചാട്ടത്തിന് സമീപം മണ്ണിടിച്ചിലുണ്ടായത്. മണ്ണിടിച്ചിൽ ദുരന്തത്തിൽ നിന്നും തലനാരിടയ്ക്ക് രക്ഷപ്പെട്ട ഒരാൾ ഇപ്പോഴും വെള്ളച്ചാട്ടത്തിന് സമീപം വഴിയോര കച്ചവടം നടത്തുന്നുണ്ട്. ചീയപ്പാറ വെള്ളച്ചാട്ടത്തിന്റെ ഭംഗി കണ്ട് മടങ്ങുന്ന ഒട്ടുമിക്കവർക്കും ഒരു പതിറ്റാണ്ട് മുൻപുണ്ടായ ദുരന്തകഥ അറിയില്ല. ഓഗസ്റ്റ് 5 ചീയപ്പാറ വെള്ളച്ചാട്ടം ഇങ്ങനെ മനോഹരമായി ഒഴുകിക്കൊണ്ടിരുന്നു. ആ കാഴ്ച കാണാൻ സഞ്ചാരികൾ ധാരാളം പേർ വെള്ളച്ചാട്ടത്തിനരികിലും റോഡിലുമൊക്കെയുമായി നിന്നിരുന്നു. നനച്ചിരിക്കാതെ വെള്ളച്ചാട്ടത്തിനരികിൽ നിന്നും ഏതാനും ദൂരമകലെ കല്ലും മണ്ണും ഇടിഞ്ഞ് റോഡിലേക്ക് പതിച്ചു. മനോഹര കാഴ്ചയുടെ ഇടം പെട്ടെന്ന് ദുരന്തഭൂമിയായി മാറി. രക്ഷാപ്രവർത്തനത്തിനൊടുവിൽ 3 പേരുടെ ജീവൻ നഷ്ടമായതായി സ്ഥിരീകരിച്ചു. ചിലയാളുകൾക്ക് പരിക്ക് സംഭവിച്ചു. മനോഹര കാഴ്ചയുടെ താഴ്വാരത്തേക്ക് ദുരന്തം ഒരു മൺകൂനിയായി ഇടിഞ്ഞെത്തിയിട്ട് 12 വർഷം തികഞ്ഞു. 2013 ഓഗസ്റ്റ് 5 രാവിലെ 8:30 ദുരന്തം സംഭവിച്ചത്. ഉരുളുപൊട്ടിയത് 2013 ഓഗസ്റ്റ് 5 8:30 ഉരുളുപൊട്ടിയത്. 20 കൊല്ലമായി ഇപ്പൊ കച്ചവടം ചെയ്തു. ആദ്യം കുറച്ചായിട്ട് ഇടിഞ്ഞു, അത് കഴിഞ്ഞ് രണ്ടാമത് കുറച്ചുകൂടി ഇടിഞ്ഞു, അത് കഴിഞ്ഞ് മൂന്നാമത്തെ ഇടിഞ്ഞില്ല മൊത്തം ഇടിഞ്ഞ് അവിടെ നിന്നവരെ 3 പേരെ മണ്ണിന്റെ അടിയിൽ പോയി മരിച്ചുപോയി. ദുരന്തമുഖത്തിൽ നിന്നും തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടയാളാണ് ശാന്ത. വെള്ളച്ചാട്ടത്തിനരികിൽ ദേശീയപാതയോരത്ത് വഴിയോരക്കട നടത്തിയായിരുന്നു ഉപജീവനമാർഗം കണ്ടെത്തിയിരുന്നത്. 3 തവണയായിട്ടാണ് മണ്ണിടിഞ്ഞെത്തിയതെന്ന് ശാന്ത ഓർക്കുന്നു. 3ാമത്തെ തവണ മണ്ണിടിഞ്ഞെത്തിയതോടെ വഴിയോരക്കട തകർന്നു. ദുരന്തമുഖത്ത് നിന്നും ജീവൻ തിരികെ കിട്ടിയത് ഒരു കഥയെന്ന പോലെയെന്ന് ശാന്ത ഓർമ്മിക്കുന്നു. 12 വർഷങ്ങൾക്കിപ്പുറം ശാന്തയടക്കമുള്ള വ്യാപാരികളും വെള്ളച്ചാട്ടത്തിന്റെ ഭംഗി ആസ്വദിക്കാൻ എത്തുന്നവരുമൊക്കെ ചീയപ്പാറയെ സജീവമാക്കി നിർത്തുന്നു. പിന്നെ ഒരിക്കലും ചീയപ്പാറയിൽ മണ്ണിടിഞ്ഞെത്തിയിട്ടില്ല. ചീയപ്പാറ വെള്ളച്ചാട്ടത്തിന്റെ ഭംഗി കണ്ടു മടങ്ങുന്ന ഒട്ടുമിക്കവർക്കും ഇന്ന് ഒരു പതിറ്റാണ്ട് മുമ്പുണ്ടായ ദുരന്തകഥ അറിയുകയുമില്ല. ബിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി. വാഹനങ്ങളുടെ മിനിയേച്ചർ നിർമ്മിച്ച് വിസ്മയം തീർക്കുകയാണ് കണ്ണൂർ സ്വദേശിയായ 6ാം ക്ലാസ്സുകാരൻ. പയ്യന്നൂർ സെൻട്രൽ UP സ്കൂളിലെ വിദ്യാർത്ഥിയായ ആയുഷാണ് മിനിയേച്ചറുകൾ നിർമ്മിച്ച് ശ്രദ്ധ നേടുന്നത്.